ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കളെ, UDF സർക്കാരിൻ്റെ RSS അജണ്ടകളുടെ നടത്തിപ്പുകാരാകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPI ഈ മാസം 15-ാം തീയതി തിങ്കളാഴ്ച RSS അജണ്ടകളുടെ നടത്തിപ്പുകാരാകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം 15-ാം തീയതി SDPI സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള വാർത്താ സമ്മേളനമാണ്. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പ്രാവുച്ചമ്പലം അഷ്റഫ് മൗലവി, കൂടാതെ ഇതിൽ പങ്കെടുക്കുന്ന ഞാൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമന. ഈ വാർത്താ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളോട് വിവരിക്കുന്നതിന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്തിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, നമുക്കറിയാം VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ സർക്കാരിനെ എതിരെ വോട്ട് ചെയ്തുകൊണ്ട് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDFന് വോട്ട് നൽകി വിജയിപ്പിച്ചത്. അന്ന് ഏറ്റവും കൂടുതൽ UDFൻ്റെ നേതൃത്വം തന്നെ പറഞ്ഞത് UDF സർക്കാർ ഒരിക്കലും RSSന് കീഴടങ്ങില്ല, സംഘപരിവാറിന് കീഴടങ്ങില്ല എന്നതായിരുന്നു അവർ ആവർത്തിച്ച് പ്രചരണ സമയത്തൊക്കെ പറഞ്ഞത്. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യ ദിവസം മുതൽ തന്നെ ഒരു സംഘപരിവാർ അനുകൂല സമീപനവും RSS ആശയങ്ങൾക്ക് കേരളത്തിൽ അവസരമൊരുക്കി കൊടുക്കുന്ന, പ്രതലമൊരുക്കി കൊടുക്കുന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം മംഗലാപുരത്ത് പോയത് നമുക്കറിയാം. ആ മംഗലാപുരത്ത് പോയ ആ യാത്രയെക്കുറിച്ച് അദ്ദേഹം പലതും പറയുന്നുണ്ടെങ്കിലും ആ ദുരൂഹത ഇന്നുവരെ മാറിയിട്ടില്ല. അതിൽ അദ്ദേഹം NDAയുടെ നേതാക്കളെ കാണുന്നു, അദാനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കാണുന്നു എന്ന് പറഞ്ഞാൽ, അതിനുശേഷം കേരളത്തിലൊരു ധവളപത്രം ഇറക്കുമ്പോൾ ആ ധവളപത്രത്തിൽ ധനകാര്യ വകുപ്പ്, സാധാരണ നിലയിൽ ധവളപത്രം നമുക്കറിയാം തൽസ്ഥിതിയാണ്, ധനത്തിനെക്കുറിച്ചുള്ള തൽസ്ഥിതിയാണ് വരൽ. പക്ഷേ ഇപ്പോഴത്തെ ധവളപത്രം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു നയപ്രഖ്യാപനം പോലെയാണ്. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കണം, അതുപോലെ തന്നെ ധാതു ഖനനം പ്രോത്സാഹിപ്പിക്കണം, ഊർജ്ജ മേഖലകളിൽ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ അദാനിക്ക് യഥേഷ്ടം കേരളത്തിൽ കരിമണൽ ഖനനം നടത്താൻ, അതുപോലെ തന്നെ ടൈറ്റാനിയം ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൈയടക്കാൻ, എയർപോർട്ടും സീപോർട്ടും ഒക്കെ ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന അദാനിക്ക് വരും കാലങ്ങളിൽ ഊർജ്ജ മേഖലയിൽ കൂടുതൽ കേരളത്തിൽ സ്വാധീനം ചെലുത്താനടക്കം അവർക്ക് വലിയ ഒരു സാധ്യത തുറന്നിട്ടുകൊണ്ടാണ് സതീശൻ്റെ ഈ ഭരണം മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം അന്നത്തെ ദിവസം സത്യപ്രതിജ്ഞയുടെ അന്ന് വന്ദേമാതരം 6 ചരണങ്ങളും പാടി ആലപിച്ചുകൊണ്ട് അതിന് അനുസരണയോടുകൂടി അത് കേട്ടു നിൽക്കുന്നത് നമ്മൾ കണ്ടു. സാധാരണ വന്ദേമാതരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിൻ്റെ ഒരു ചരിത്രവും ഒക്കെ തന്നെ നമ്മൾ പരിശോധിച്ചാൽ, ജവഹർലാൽ നെഹ്റു 1931 ഇത് അന്നൊരു സമിതി രൂപീകരിച്ചിട്ട് രവീന്ദ്രനാഥ് ടാഗോർ അടക്കമുള്ളവർ ഉപദേശം തേടി, പിന്നീട് 1950 നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്ന ഘട്ടത്തിലും ജനഗണമന മാറിയിട്ട് ഈ പറയുന്ന വന്ദേമാതരം വരണമെന്നൊക്കെ പറയുമ്പോൾ ജവഹർലാൽ നെഹ്റു അടക്കമുള്ളവർ അതിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ജനഗണമന ഒരു ദേശീയ ഗാനമാക്കി മാറ്റുകയാണ്. അന്ന് രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹമാണ് ഒരു പ്രസ്താവനയിലൂടെ ഇത് ദേശീയ ഗീതമായി അത് അംഗീകരിക്കപ്പെടുന്നത്. അപ്പോഴും നമ്മുടെ ഭരണഘടനയിൽ അതില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ഒരു സംഭവം ജവഹർലാൽ നെഹ്റു അടക്കമുള്ള കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളൊക്കെ തന്നെയും എതിർത്ത ഒരു സംഭവം ആരെയൊക്കെ വിളിച്ചിരുത്തിയിട്ടാണ് വന്ദേമാതരം ആലപിച്ചെന്നറിയോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരെ വേദിയിലിരുത്തി ഈ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതുപോലെ ക്രൈസ്തവ വിശ്വാസികളെ അടക്കം വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ആ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അതിൻ്റെ പ്രശ്നം എന്താ? ദേശീയ തലത്തിൽ ഇനി കോൺഗ്രസിന് വന്ദേമാതരത്തെ എതിർക്കാൻ കഴിയുമോ? അതാണ് RSSന് പ്രതലം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത്.
ദേശീയ തലത്തിൽ ഇനി കോൺഗ്രസിനെ എതിർക്കാൻ കഴിയില്ല. കാര്യം കേരളത്തിൽ പിന്നെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഇത് പൂർണ്ണമായി ആലപിച്ചിരിക്കുന്നു. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ കർണാടകയിൽ അവിടെയും ഇത് പൂർണ്ണമായി ആലപിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ നയം സതീശനിലൂടെ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഇതിനെ എതിർക്കുന്ന അതിന്റെ കുറെ ചരണങ്ങളുടെ പ്രശ്നം കൊണ്ടാണല്ലോ എതിർക്കുന്നത്. പിന്നെ രാജ്യത്തെ ദൈവമായും ഒക്കെ ഒരു പറയുന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. അതിന് സ്വാഭാവികമായും എതിർക്കുകയോ അല്ലെങ്കിൽ അതിന് പിന്നെ പ്രതിഷേധം അറിയിക്കേണ്ട മുസ്ലിം സമൂഹത്തിലെ നേതാക്കന്മാർ, ക്രൈസ്തവ വിഭാഗത്തിലെ നേതാക്കന്മാർ അടക്കമുള്ളവർ ഇനി അവർക്കും എതിർക്കാൻ കഴിയില്ല. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ആണ് ഭരിക്കുന്നത്. BJP ഭരിക്കുന്ന കോർപ്പറേഷനിലെ ഏത് ചെറിയ യോഗങ്ങൾക്കും വന്ദേമാതരം മുഴുവൻ ആലപിച്ച് വേണമെങ്കിൽ പാടാം, പിന്നെ പരിപാടി തുടങ്ങാം. ഇപ്പൊ കണ്ണനല്ലൂര് ഒരു പിന്നെ അവിടുത്തെ നടന്ന ഒരു പഞ്ചായത്തിന്റെ പരിപാടിക്ക് മന്ത്രി പിന്നെ വിഷ്ണുനാഥ് ഇതേ പിന്നെ വന്ദേമാതരം മുഴുവൻ ആലപിച്ചുകൊണ്ടാണ് അവിടെ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഇതൊരു സാമാന്യവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്കറിയാം, ഇവിടെ മാധ്യമങ്ങൾക്ക് നിങ്ങളടക്കം കൂടുതൽ ചർച്ച ചെയ്തതാണ് പിന്നെ ഇലക്ഷൻ കമ്മീഷനായിട്ടുള്ള രത്തൻ യു കേൽക്കറുടെ ആ ഒരു നിയമനം. അതിന്റെ ആപത്ത് എന്താ? നമുക്കറിയാം, ഈ അസാധാരണമായ നിയമനം, ഒരു ജഡ്ജിയെ പിടിച്ചിട്ട് വലിയ ഉത്തരവാദിത്തം കൊടുക്കുക, അതുപോലെ തന്നെ ഗവർണർ പിന്നെ മറ്റുള്ളവരെ പോയി പിടിച്ച് ഗവർണറാക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ ഒരു പിന്നെ അസാധാരണമായ നിയമനങ്ങൾ കാലങ്ങളായി നൽകുന്നത് അത് BJPയുടെ ഒരു സംസ്കാരമാണ്. ഉത്തരേന്ത്യയിലൊക്കെ നമുക്കറിയാം, പലതും അങ്ങനെ കേട്ടിട്ടുണ്ട്. ആ സംസ്കാരം ഇനി കോൺഗ്രസിൻ്റെതൂടായി മാറുക. അപ്പോൾ ഇനി കോൺഗ്രസിന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു നിയമനം പിന്നെ BJP നടത്തിയാൽ അവർക്കത് പിന്നെ എതിർക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നടന്നിട്ടുണ്ട്. അത് പിന്നെ രാഹുൽ ഗാന്ധി എതിർത്തിരുന്നല്ലോ. പശ്ചിമ ബംഗാളിലെ സുവേന്ദു മുഖ്യമന്ത്രി, അദ്ദേഹം അതിന്റെ ചീഫ് സെക്രട്ടറി ആക്കി അവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെ പ്രഖ്യാപിച്ചപ്പോൾ എതിർത്തതാണ് കോൺഗ്രസ്. ഇനി അങ്ങനെ എതിർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു പ്രശ്നം, സതീശന്റെ ഒരു സെക്രട്ടറി ആകുന്നു എന്നതിനേക്കാൾ ഉപരി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്. അത് മുഖ്യമന്ത്രിയുടെ നയനിലപാടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. അത് ഒരു അപകടമാണ്. മറ്റൊന്ന്, കോൺഗ്രസിന് താല്പര്യമില്ല ഈ നിയമനത്തിൽ. പിന്നെ ആരുടെ താല്പര്യം? VD സതീശന്റെ താല്പര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യം. അതുപോലെ പ്രസ് സെക്രട്ടറി റോയ് മാത്യു, നമുക്കറിയാം, നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരാണല്ലോ. മാധ്യമപ്രവർത്തകരിൽ എത്രയോ ആളുകൾ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അവരെ ഒന്നും സ്വീകരിക്കാതെ സ്വാഭാവികമായും ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസുമായി യാതൊരു ബന്ധമില്ലാത്ത, കോൺഗ്രസിനെ കാലങ്ങളായി എതിർക്കുന്ന, ലവ് ജിഹാദ് ആരോപണം പോലെയുള്ള വ്യാജ ആരോപണങ്ങൾ പ്രചരിപ്പിച്ച ഒരാളെ പിടിച്ചിട്ട് പ്രസ് സെക്രട്ടറി ആക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നൽകുന്ന സന്ദേശം എന്താ? ചെന്നിത്തല പോയി NDA കൺവീനറോട് അങ്ങോട്ട് പോയി സന്ദർശിക്കുകയാണ്. കേരളത്തിന്റെ NDAയുടെ കൺവീനറെ അങ്ങോട്ട് പോയി സന്ദർശിക്കുന്നു. മാത്രമല്ല, ഇപ്പം ഏറ്റവും ഒടുവിൽ MG യൂണിവേഴ്സിറ്റിയിൽ UDFന്റെ അധ്യാപക സംഘടന 3 പേരുടെ പാനൽ കൊടുത്തിരുന്നു. ആ പാനല് ഗവർണറുടെ മുന്നിൽ വെക്കാത്തത് കൊണ്ട് ഗവർണർ എന്ത് ചെയ്തു? ഒരു സംഘപരിവാർ അനുകൂലിയെ പിടിച്ചിട്ട് താൽക്കാലിക VC ആക്കി. 2 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ 19 പേര് 30 അംഗ സെനറ്റിൽ, MG യൂണിവേഴ്സിറ്റിയിലെ 30 അംഗ സെനറ്റിൽ 19 പേരും BJPയുടെ നിയമസഭയിൽ മത്സരിച്ച ആളുണ്ട്, RSകാരുണ്ട്, ABVകാരുണ്ടെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് അവിടെ നിർത്തുകയാണ്. ഇന്നിപ്പോൾ ഒരു ഫോട്ടോ കാണുന്നു. ഈ MG യൂണിവേഴ്സിറ്റി താൽക്കാലിക VC നിയമനത്തെ BJPയുടെ ഷാളൊക്കെ അണിയിച്ചിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ RSS ആഗ്രഹിക്കുന്നതും ഇതാണ്. RSSന്റെ ഭരണം കൊണ്ട് ആഗ്രഹിക്കുന്നത് അവരുടെ അവരുടെ പ്രതലമൊരുക്കുക, അല്ലെങ്കിൽ അവരുടെ ആശയം കൊണ്ടുവരിക എന്നുള്ളത്. ഇത് തന്നെയാണ് UDFൽ നിന്നുണ്ടാകുന്നത്. അത് മുനമ്പം വഖഫ് ഭൂമി അത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. ഇന്നിപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് ആ രജിസ്റ്റർ ചെയ്തതിനെതിരെ നോട്ടീസ് വന്നിരിക്കുക. അതെന്താ? അത് സതീശന്റെ നിലപാട് എന്താ അതിനകത്ത്? ഈ വിഷയത്തിൽ എന്താണ് സതീശന്റെ നിലപാട്? സ്വാഭാവികമായും അത് അന്യാധീനപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനെതിരെ നിയമപരമായി പോകുന്നതാണ്. ആരാ? സതീശനൊരു പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ പറയുന്നത്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനെതിരായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ PM-ശ്രീ അടക്കമുള്ളതിലുള്ള നിലപാട് ഇതടക്കം നമുക്ക് മനസ്സിലാവും. കേരളത്തിൽ RSSന് പ്രതലം ഒരുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിന്റെ ഈ ഭരണം പോകുന്നത്. ഇത് വലിയ അപകടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഇത് ആശങ്കയോടുകൂടിയാണ് കേരളം കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തിങ്കളാഴ്ച 15-ാം തീയതി രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുന്നത്. ആ മാർച്ചിൽ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. അബ്ദുൽ ഹമീദ് അത് ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ PK ഉസ്മാൻ അടക്കമുള്ളവർ സംസാരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പ്രാവച്ചമ്പലം അഷ്റഫ് സാഹിബ് പറയും. ഏതായാലും ഈ സെക്രട്ടേറിയറ്റ് മാർച്ച്
ഒരു വിജയമാക്കി തീരുന്നതിന് മാധ്യമപ്രവർത്തകരുടെ എല്ലാ സഹായവും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പിന്നെ UDFന്റെ ഇത്തരം നയങ്ങൾക്കെതിരായി ഇപ്പോൾ തന്നെ നമുക്കറിയാം, പിന്നെ ദേവസ്വം ബോർഡിലെ പിന്നെ സ്പെഷ്യൽ ഫീൽഡറായിട്ട് ഉണ്ടായ KS പ്രദീപ് അദ്ദേഹത്തെ ഇത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതൊരു ഏകാധിപത്യ നിലയിലാണ് നമുക്ക് കാണുന്നത്. അത് വകുപ്പ് മന്ത്രി K മുരളീധരൻ അറിഞ്ഞിട്ടില്ല. റവന്യൂ വകുപ്പ് മന്ത്രി അറിയാതാണ് കളക്ടർ മുഴുവൻ മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി പോലും അറിയാതാണ് വ്യവസായ വകുപ്പിലെ ഡയറക്ടർ മാറ്റിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപത്യ രീതിയിലേക്ക് പോകുന്ന ഒരു സമീപനം പിന്നെ ആ ഒരു അർത്ഥത്തിൽ കേരളത്തിന് അപകടമാണ് എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ ഈ സമരങ്ങൾക്കും ഈ പ്രതിഷേധങ്ങൾക്കുമൊക്കെ സകല പിന്തുണയും നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ജാഥയുടെ വിശദീകരണം പറയാൻ വേണ്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഈ ജാഥ ആരംഭിക്കുന്നത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. രാവിലെ 11 മണിക്ക് ഈ ജാഥ ആരംഭിക്കും. ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളും എത്തണമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്.